നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പം ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്ന്. ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ, ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ, അതൊക്കെ നമുക്ക് എന്താണ് മാച്ച് ദ ഫോളോയിങ് എന്ന രീതിയിൽ വർഷങ്ങൾ അങ്ങനെ മാച്ച് ചെയ്യാൻ വേണ്ടി ചോദിക്കാറുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ കാലഗണന ക്രമത്തിൽ എഴുതുക എന്ന രീതിയിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് വർഷം കറക്റ്റായി നോക്കി വെക്കണം. ഓക്കെ, അപ്പോൾ ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ്റെ വർഷം എന്ന് പറയുന്നത് 1866. ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ എന്നാണ് 1866. ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ സ്ഥാപിച്ച വ്യക്തി ആരാണ്? സ്ഥാപിച്ചതാരാണ്? ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ സ്ഥാപിച്ചത് ദാദാബായ് നവറോജിയാണ് കേട്ടോ. ദാദാബായ് നവറോജി. ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ സ്ഥാപിച്ചതാരാണ്? ദാദാബായ് നവറോജി. ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ സ്ഥാപിച്ചത് ദാദാബായ് നവറോജി. വർഷം എന്താണ്? നമ്മളിപ്പോൾ പറഞ്ഞോളൂ. വർഷം, സ്ഥാപിതമായ വർഷം 1866. അപ്പോൾ ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ സ്ഥാപിച്ചത് ദാദാബായ് നവറോജി 1866. ഇനി ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ്റെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? ലിവ്ഡൺ പ്രഭു ആയിരുന്നു കേട്ടോ. ലിവ്ഡൺ പ്രഭു ആദ്യ പ്രസിഡന്റ്. അപ്പോൾ സ്ഥാപിതമായത് 1866. ദാദാബായ് നവറോജിയാണ് സ്ഥാപിച്ചത്. ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ലണ്ടൻ ഇന്ത്യൻ സൊസൈറ്റിയാണ്. ലണ്ടൻ ഇന്ത്യൻ സൊസൈറ്റി. ഓക്കെ, അപ്പോൾ ഇത് മുൻഗാമിയായിട്ട് തൊട്ട് മുന്നത്തെ വർഷം ഓർക്കുക, 1865 കേട്ടോ. ഇത് ലണ്ടൻ ഇന്ത്യൻ സൊസൈറ്റി. അപ്പോൾ ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ്റെ മുൻഗാമി ഏതായിരുന്നു? ലണ്ടൻ ഇന്ത്യൻ സൊസൈറ്റി 1865. ഇനി ലണ്ടൻ ഇന്ത്യൻ സൊസൈറ്റി സ്ഥാപിച്ചത് ആരൊക്കെയാണ്? ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ സ്ഥാപിച്ചത് ദാദാബായ് നവറോജി. റിപ്പീറ്റ് ചെയ്ത് പറയുന്ന അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പം ആദ്യം പറഞ്ഞ പോലെ ചിരുമ്പടി ചേർക്കാനും പിന്നെ കാലഗണന ക്രമത്തിൽ എഴുതാനൊക്കെ പറയാറുണ്ട്. അപ്പോൾ 1866 ദാദാബായ് നവറോജിയാണ്. ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ്റെ മുൻഗാമിയാണ് ഇത് ലണ്ടൻ ഇന്ത്യൻ സൊസൈറ്റി. ഈ ലണ്ടൻ ഇന്ത്യൻ സൊസൈറ്റി സ്ഥാപിച്ചത് ആരൊക്കെയാണെന്ന് പഠിക്കണം. ആരൊക്കെയാണ്? ഫിറോസ് ഷാ മേത്ത. ആരൊക്കെയാന്ന് ഓർത്തു വയ്ക്കണേ? ഫിറോസ് ഷാ മേത്ത. പിന്നെ ബദറുദ്ദീൻ തിയാബ്ജി, WC ബാനർജി, പിന്നെ മൻമോഹൻ ഘോഷ്. പിന്നെ ആരാണ്? മൻമോഹൻ ഘോഷ്. അപ്പോൾ ലണ്ടൻ ഇന്ത്യൻ സൊസൈറ്റി സ്ഥാപിച്ചത് ആരൊക്കെയാണ്? ഫിറോസ് ഷാ മേത്ത, ബദറുദ്ദീൻ തിയാബ്ജി, പിന്നെ WC ബാനർജിയും മൻമോഹൻ ഘോഷ്. കിട്ടി. ഇനിയുള്ളത്, ഈ ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷനിൽ വനിതാ അംഗങ്ങൾക്ക് പ്രാതിനിധ്യം നൽകി തുടങ്ങിയ വർഷം. വനിതാ അംഗങ്ങൾക്ക് പ്രാതിനിധ്യം നൽകി തുടങ്ങിയത് 1912. 1912 കിട്ടിയോ? 1912 വനിതകൾക്ക് പ്രാതിനിധ്യം നൽകി തുടങ്ങിയത്. ഇനി ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ നാഷണൽ ഇന്ത്യൻ അസോസിയേഷനെ ലയിപ്പിച്ച വർഷം. ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ ഏതിലാണ്? നാഷണൽ ഇന്ത്യൻ അസോസിയേഷനിൽ ലയിപ്പിച്ച വർഷം എന്നാന്ന് ചോദിച്ചാൽ അത് 1949. നാഷണലിൽ ലയിപ്പിച്ചതെന്നാ 49. ഇപ്പം നാഷണൽ ഇന്ത്യൻ അസോസിയേഷനിൽ ലയിപ്പിച്ചതെന്നാണ് 49. ഇനി അടുത്തത്, സമ്മേളനത്തിൻ്റെ സ്ഥിരം വേദിയായിരുന്നത് ഏതാണ്? കാക്സ്റ്റൺ ഹാളാണ് കേട്ടോ. കാക്സ്റ്റൺ ഹാൾ. ഇത് ഫുള്ളായിട്ട് പറഞ്ഞുതരാം. കാക്സ്റ്റൺ ഹാള്. ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ്റെ സമ്മേളനത്തിൻ്റെ സ്ഥിരം വേദിയായ കാക്സ്റ്റൺ ഹാളിൽ വച്ച് മൈക്കിൾ ഓഡയർ. ആരെയാണ്? മൈക്കിൾ ഓഡയറിനെ 1940 നടത്തിയ പ്രസംഗത്തിന് ശേഷം അദ്ദേഹത്തെ വധിച്ച വ്യക്തി ആരാണ് എന്ന് ചോദിച്ചാരാണ്? ഉദ്ധം സിംഗ് ആണ്. അപ്പം ഇതും കൂടി അതിൻ്റെ കൂടെ പഠിച്ചു പോണേ. ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ സമ്മേളനത്തിൻ്റെ സ്ഥിരം വേദിയായ കാക്സ്റ്റൺ ഹാളിൽ വെച്ച് മൈക്കിൾ ഓഡയറിൽ 1940 നടത്തിയ പ്രസംഗത്തിന് ശേഷം അദ്ദേഹത്തെ വധിച്ച വ്യക്തി ഉദ്ധം സിംഗ്. അപ്പോൾ ഉദ്ധം സിംഗ് വധിച്ചത് എന്നാണ്? വർഷം 1940. ഇപ്പോൾ ഉദ്ധം സിംഗ് വധിച്ചുകൊണ്ടിരുന്നപ്പോൾ മൈക്കിൾ ഓഡയർ എവിടെയാണ് പ്രസംഗിച്ചത്? കാക്സ്റ്റൺ ഹാളിൽ വെച്ചായിരുന്നു കേട്ടോ. കാക്സ്റ്റൺ ഹാളിലാണ്.
ഇത്രയാണ് നമുക്ക് ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ റിലേറ്റ് ചെയ്ത് പഠിക്കാനുള്ളത്, ഇമ്പോർട്ടൻ്റ് ആയത്. ഓക്കെ അല്ലോ, ഒന്നും കൂടി ഓടിച്ച് നോക്കാം. വർഷം മാത്രം എത്രയാണ്? 1866. പിന്നെ സ്ഥാപിച്ച വ്യക്തി ദാദാഭായ് നവറോജി. ഓക്കെ, പിന്നെന്താ? വനിതകൾക്ക് പ്രാതിനിധ്യം നൽകിയത് 1912. നാഷണൽ ഇന്ത്യൻ അസോസിയേഷൻ ലയിപ്പിച്ചതോ 1949. ഓക്കെ, അടുത്തത് ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ. ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ്റെ സ്ഥാപക നേതാക്കൾ ആരൊക്കെയാണ്? സുരേന്ദ്രനാഥ് ബാനർജി. ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ്റേത് സുരേന്ദ്രനാഥ് ബാനർജിയും ആനന്ദ മോഹൻ ബോസുമാണ്. ഓക്കെ, അപ്പോൾ സുരേന്ദ്രനാഥ് ബാനർജിയും ആനന്ദ മോഹൻ ബോസുമാണ് ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ്റെ സ്ഥാപക നേതാക്കൾ. സ്ഥാപിതമായ വർഷം 1876. ഇപ്പോൾ 10 വർഷം അല്ലേ. ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ എന്നായിരുന്നു? 1866 ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ. 1866 ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ 1876. ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ സ്ഥാപിച്ചത് ആരൊക്കെയാണ്? സുരേന്ദ്രനാഥ് ബാനർജിയും ആനന്ദ മോഹൻ ബോസും. ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ സ്ഥാപിച്ചത് ആരൊക്കെയാണ്? സുരേന്ദ്രനാഥ് ബാനർജിയും ആനന്ദ മോഹൻ ബോസും. ഇനി ഇത് തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലാണ്? ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്ന പേരെന്താന്ന് ചോദിച്ചാൽ ഭാരത് സഭ എന്നാണ്. ഭാരത് സഭ തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്നത് ഭാരത് സഭ. ഓക്കെ, ഈ ഭാരത സഭയുടെ ആദ്യത്തെ വാർഷിക സമ്മേളനം നടന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കൽക്കട്ടയിലാണ് കേട്ടോ. ആദ്യത്തെ വാർഷിക സമ്മേളനം നടന്നത് എവിടെയാണ്? കൽക്കട്ടയിലാണ്. അതിവിടെ കൊടുത്തിട്ടുണ്ടല്ലോ അല്ലേ. കൽക്കട്ടയിലാണ് ആദ്യത്തെ വാർഷിക സമ്മേളനം നടന്നത്. ഇത്രയേ ഉള്ളൂ പഠിക്കാൻ ഇമ്പോർട്ടൻ്റ് ആയത്. അപ്പോൾ നേതാക്കളുടെ കാര്യം ഓർത്തു വയ്ക്കുക. ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ വർഷം 1876. ആരൊക്കെയാണ്? സുരേന്ദ്രനാഥ് ബാനർജിയും ആനന്ദ മോഹൻ ബോസുമാണ്. പിന്നെ നേരത്തെ ഇത് അറിയപ്പെട്ടിരുന്നത് എന്താണ്? ഭാരത് സഭ എന്നാണ് ഇതറിയപ്പെട്ടിരുന്നത്. ഓക്കെ, അടുത്ത നമ്മൾ ഇനി സ്വദേശി പ്രസ്ഥാനം, ബംഗാൾ വിഭജനത്തിലേക്ക് പോവുകയാണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്നത് ഏതായിരുന്നു? ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്നത് ഏതാണ്? ബംഗാളാണ് അല്ലേ. ബംഗാളാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെട്ടിരുന്നത് ബംഗാളാണ്. ഇനി ഈ ദേശീയ പ്രസ്ഥാനത്തെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് ബംഗാളിനെ എന്ത് ചെയ്തു? കിഴക്കൻ ബംഗാളെന്നും പടിഞ്ഞാറൻ ബംഗാളെന്നും രണ്ടായി തിരിച്ചു. കിഴക്കൻ ബംഗാളെന്നും പടിഞ്ഞാറൻ ബംഗാളെന്നും രണ്ടായി തിരിച്ചു. അതിൽ കിഴക്കൻ ബംഗാളിലെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷമായി ഉണ്ടായിരുന്നത് ആരാണ്? മുസ്ലിംസ് ആയിരുന്നു കേട്ടോ. കിഴക്കൻ ബംഗാളിലെ മുസ്ലിംസും പടിഞ്ഞാറൻ ബംഗാളിലാണെങ്കിൽ ഹിന്ദു ആയിരുന്നു ഭൂരിപക്ഷം. ഹിന്ദു ഭൂരിപക്ഷ പ്രദേശം പടിഞ്ഞാറൻ ബംഗാളും മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായിരുന്നത് കിഴക്കൻ ബംഗാളുമായിരുന്നു. അപ്പോൾ ഈ നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് ബംഗാളിനെ കിഴക്കൻ ബംഗാളെന്നും പടിഞ്ഞാറൻ ബംഗാളെന്നും രണ്ടായി തിരിക്കുകയുണ്ടായി. ഇനി ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ച വർഷം, ഇവിടെ പ്രഖ്യാപിച്ചതും നിലവിൽ വന്നതും എല്ലാം പഠിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ച വർഷം എന്നാണ്? 1905 ജൂലൈ 20. 1905 ജൂലൈ 20 ഡേറ്റ് സഹിതം പഠിക്കണം. അങ്ങനെയാണെങ്കിൽ പ്രഖ്യാപിച്ച വൈസ്രോയി ആരാണ്? കഴ്സൺ പ്രഭു ആണ് അല്ലേ. പ്രഖ്യാപിച്ച വൈസ്രോയി ആരാണ്? കഴ്സൺ പ്രഭുവാണ് പ്രഖ്യാപിച്ചത്. എന്നാ പ്രഖ്യാപിച്ചത്? 1905 ജൂലൈ 20. ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ചത് 1905 ജൂലൈ 20. വൈസ്രോയി കഴ്സൺ പ്രഭുവാണ്. അങ്ങനെയാണെങ്കിൽ ബംഗാൾ വിഭജനം നിലവിൽ വന്നത് എന്നാണ്? 1905 ഒക്ടോബർ 16 നിലവിൽ വന്നത്. ഒക്ടോബർ 16 ജൂലൈ 20 പ്രഖ്യാപിച്ചു. ഒക്ടോബർ 16 നിലവിൽ വന്നു. ഈ ഒക്ടോബർ 16 നിലവിൽ വരുമ്പോൾ
അതായത് ബംഗാൾ വിഭജനം നിലവിൽ വരുമ്പോൾ വൈസ്രോയി ആയിരുന്നത് ആരാണ്? മിന്റോ സെക്കൻഡ് ആണ് കേട്ടോ. ആരാണ്? മിന്റോ സെക്കൻഡ് ആയിരുന്നു നിലവിൽ വരുമ്പോൾ. അപ്പോൾ ബംഗാൾ വിഭജനം 1905 ജൂലൈ 20-നാണ് പ്രഖ്യാപിച്ച വൈസ്രോയി കഴ്സൺ പ്രഭുവാണ്. നിലവിൽ വന്നത് 1905 ഒക്ടോബർ 16-ന്. നിലവിൽ വരുമ്പോൾ ആരായിരുന്നു വൈസ്രോയി? മിന്റോ സെക്കൻഡ് ആയിരുന്നു. ഇനി വേറൊരു കാര്യം, ഇതിൽ ബംഗാൾ വിഭജനം നിലവിൽ വന്നതെന്നാണ്? 1905 ഒക്ടോബർ 16-നാണ് നമ്മൾ പഠിച്ചു. ഈ ഒക്ടോബർ 16 ദേശീയ വിലാപ ദിനമായിട്ടാണ് ആചരിച്ചത്. ഒക്ടോബർ 16 ദേശീയ വിലാപ ദിനം. ഇപ്പോൾ ദേശീയ വിലാപ ദിനമായിട്ട് ആചരിച്ചത് ഏതാണ്? ഒക്ടോബർ 16 ഒക്ടോബർ 16 ദേശീയ വിലാപ ദിനമായിട്ട് ആചരിച്ചു. അത് മാത്രമല്ല, ഒക്ടോബർ 16 രക്ഷാബന്ധൻ ദിനമായി ആചരിക്കാൻ ആഹ്വാനം ചെയ്യുകയുണ്ടായി. രക്ഷാബന്ധൻ, ഓക്കെ, അതായത് നമ്മളെ തിരിക്കാനൊന്നും പറ്റില്ല എന്ന ഇത് സന്ദേശത്തിൽ രക്ഷാബന്ധൻ ദിനമായിട്ട് ഈ ഒക്ടോബർ 16 തന്നെ ആചരിക്കാൻ ഒരാൾ ആഹ്വാനം ചെയ്തു. ആരാണ്? രക്ഷാബന്ധൻ രവീന്ദ്രനാഥ് ടാഗോർ. ആരാ? കിട്ടൂലോ, രവീന്ദ്രനാഥ് ടാഗോർ ആണ് കേട്ടോ അങ്ങനെ ആഹ്വാനം ചെയ്തത്. അപ്പം ബംഗാൾ വിഭജനം നിലവിൽ വന്ന ഒക്ടോബർ 16 ദേശീയ വിലാപ ദിനമായി ആചരിക്കുകയും അതോടൊപ്പം തന്നെ ഒക്ടോബർ 16 രക്ഷാബന്ധൻ ദിനമായി ആചരിക്കാൻ ആഹ്വാനം ചെയ്തത് ആരാണ്? രവീന്ദ്രനാഥ് ടാഗോർ ആണ്. ഓക്കെ, ഇനി ബംഗാൾ വിഭജനത്തിനെതിരെ നടന്ന സ്വദേശി പ്രസ്ഥാന കാലത്ത് അമർ സോണാർ ബംഗ്ല എന്ന ഗാനം രചിച്ചതും രവീന്ദ്രനാഥ് ടാഗോർ ആണ് കേട്ടോ. അമർ സോണാർ ബംഗ്ല, അതാണ് പിന്നീട് ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനമായിട്ട് മാറിയത്. നമുക്ക് പഠിക്കാം, ഇനി വരുന്നുണ്ട് ആ പോയിന്റ്. ഇവിടെ നോക്കിയേ, ബംഗാൾ വിഭജന സമയത്ത് ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആരായിരുന്നു? ഇനി ബംഗാൾ വിഭജന സമയത്ത് ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആരായിരുന്നു? ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആരായിരുന്നു? ലോർഡ് ബ്രോഡ്രിക്. ഓക്കെ, ഇനി INC പ്രസിഡന്റ്, ബംഗാൾ വിഭജന സമയത്തെ INC പ്രസിഡന്റ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ആരായിരുന്നു ബംഗാൾ വിഭജന സമയത്ത് INC പ്രസിഡന്റ്? ആരായിരുന്നു? ബംഗാൾ വിഭജന സമയത്ത് INC പ്രസിഡന്റ് 1905 ബംഗാളായി കണക്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞതായിരുന്നു. ആരായിരുന്നു? ഗോപാലകൃഷ്ണ ഗോഖലെയാണ് അല്ലേ? ഗോപാലകൃഷ്ണ ഗോഖലെ. ഗോപാലകൃഷ്ണ ഗോഖലെയായിരുന്നു INC പ്രസിഡന്റ്. അതെന്നാണ്? 1905. വേദി എവിടെയായിരുന്നു? ബനാറസ് കണക്ട് ചെയ്യാം അല്ലേ? ഗോപാലിനെ ഓർക്കുക, ഗോപാലകൃഷ്ണ ഗോഖലെ, ബനാറസ് ഉത്തർപ്രദേശ്. പിന്നെ ഇവിടെ വേറൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. എന്താണ്? സ്വദേശി എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയ സമ്മേളനം. സ്വദേശി, അതും കിട്ടൂലോ. സ്വദേശി എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയ സമ്മേളനവും ഏതായിരുന്നു? 1905 ബനാറസ് സമ്മേളനമായിരുന്നു. സ്വദേശി ബനാറസ് സമ്മേളനം. ഇനി ഇതിന്റെ മുദ്രാവാക്യം എന്തായിരുന്നു? ബംഗാൾ വിഭജനത്തിനെതിരെ ഉയർത്തിയ മുദ്രാവാക്യം എന്തായിരുന്നു? വന്ദേ മാതരം എന്നുള്ളതാണ് കേട്ടോ. വന്ദേ മാതരം. ബംഗാൾ വിഭജനത്തിനെതിരെ ഉയർത്തിയ മുദ്രാവാക്യമാണ് വന്ദേ മാതരം. ഇത്ര ഓക്കെ ആയല്ലോ. 1905 ജൂലൈ 20 കഴ്സൺ പ്രഭു. പിന്നെ 1905 ഒക്ടോബർ 16 മിന്റോ സെക്കൻഡ് ആയിരുന്നു. ആ ഒക്ടോബർ 16 ദേശീയ വിലാപ ദിനമായിട്ടും രക്ഷാബന്ധനായിട്ട് ആഹ്വാനം ചെയ്തത് ആരാണ്? രവീന്ദ്രനാഥ് ടാഗോർ ആണ് എന്നുള്ളത് ഓർത്തു വയ്ക്കാം. ഈ ബ്രിട്ടീഷ് നയമായ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷ് നയത്തിന്റെ ഉദാഹരണമാണ് ഇത് ബംഗാൾ വിഭജനം എന്ന് പറയുന്നത്. ഭിന്നിപ്പിച്ച് ഭരിക്കുക, അതാണ് ബംഗാൾ വിഭജനം എന്ന് പറയുന്നത്. ആ നയത്തിന് ഒരു ഉദാഹരണമാണ് ഇത് ബംഗാൾ വിഭജനം. പിന്നെ INC പ്രസിഡന്റ് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. INC സമ്മേളന വേദി ബനാറസ്, ഉത്തർപ്രദേശിലെ ബനാറസ് ആയിരുന്നു. ആ സമയത്ത് തന്നെയാണ് ഈ സ്വദേശി എന്നുള്ള കാര്യവും ഓർത്തു വയ്ക്കാം. പിന്നെയുള്ളത് പ്രതിഷേധം. അതായത് ബംഗാൾ വിഭജനത്തിനെതിരെ നടന്ന പ്രതിഷേധങ്ങൾ എന്തൊക്കെയായിരുന്നു? നമുക്കിത് നോക്കണം. ഏതൊക്കെയാന്ന് നോക്കിയേ. ഒന്നാമത്തേത് പ്രതിഷേധ യോഗങ്ങൾ സംഘടിപ്പിച്ചു. പിന്നെയോ വിദേശ വസ്തുക്കൾ വിൽക്കുന്ന കടകൾ ഉപരോധിച്ചു. ഇപ്പോൾ പ്രതിഷേധ യോഗങ്ങൾ ഉണ്ടായി, വിദേശ വസ്തുക്കൾ വിൽക്കുന്ന കടകളൊക്കെ ഉപരോധിച്ചു, വിദേശ വസ്ത്രങ്ങൾ തീയിട്ട് നശിപ്പിച്ചു,
സ്വദേശി ഉൽപ്പന്നങ്ങളുടെ ഉപയോഗത്തിന് പ്രേരിപ്പിച്ചു. സ്വദേശി ഉൽപ്പന്നങ്ങളുടെ ഉപയോഗത്തിന് പ്രേരിപ്പിച്ചു. ദെൻ ഇംഗ്ലീഷുകാർക്കെതിരെ പ്രകടനങ്ങളും പൊതുയോഗങ്ങളും സംഘടിപ്പിച്ചു. ഇംഗ്ലീഷുകാർക്കെതിരെ പ്രകടനങ്ങളും പൊതുയോഗങ്ങളും സംഘടിപ്പിച്ചു. ഇപ്പം എന്തൊക്കെയാണ് നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാവുന്നതേ ഉള്ളൂ അല്ലേ. പ്രതിഷേധ യോഗങ്ങളുണ്ടായി, പിന്നെ അതുമാത്രമല്ല ഇംഗ്ലീഷുകാർക്കെതിരെ പ്രകടനങ്ങളുണ്ടായി, വിദേശ വസ്തുക്കൾ ഉള്ള കടകൾ നമ്മൾ ഉപരോധിച്ചു, വിദേശ വസ്ത്രങ്ങൾ തീയിട്ട് നശിപ്പിച്ചു, പിന്നെ നമ്മുടെ അതായത് സ്വദേശി ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം പ്രേരിപ്പിച്ചു. ഇതാണ് പ്രധാനമായിട്ടും ഈ ബംഗാൾ വിഭജനത്തിനെതിരെ നടന്ന പ്രതിഷേധങ്ങളിൽ വരുന്നത്. ഇനി ബംഗാൾ വിഭജന വിരുദ്ധ സമരത്തിൻ്റെ പ്രധാന മുദ്രാവാക്യങ്ങൾ ഏതൊക്കെയാണ്? എന്തായിരിക്കും മുദ്രാവാക്യത്തിൽ വരുന്നത്? സ്വദേശി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക അല്ലേ, സ്വദേശി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക, വിദേശ ഉൽപ്പന്നങ്ങൾ എന്ത് ചെയ്യുക? ബഹിഷ്കരിക്കുക, വിദേശ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക, സ്വദേശി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക. അതായിരുന്നു പ്രധാന മുദ്രാവാക്യം. ഇനി ഈ ബംഗാൾ വിഭജനത്തിനെതിരെ ഉയർത്തിയ മുദ്രാവാക്യം നല്ല ചോദിക്കുവാണെങ്കിൽ ഏതാണ്? അത് വന്ദേ മാതരമാണ്. ഓക്കെ, അത് രണ്ടും ഓർത്തു വയ്ക്കണേ. പിന്നെ പഞ്ചസാരയ്ക്ക് പകരം എന്തൊക്കെ ഉപയോഗിച്ചിരുന്നു? ശർക്കരയൊക്കെ ഉപയോഗിക്കേണ്ടായി കേട്ടോ. ദേശീയവാദികൾ പഞ്ചസാരയ്ക്ക് പകരം ശർക്കര അതിൻ്റെ ഉപയോഗമൊക്കെ പ്രോത്സാഹിപ്പിച്ചു. അടുത്ത ബംഗാൾ വിഭജനം റദ്ദ് ചെയ്ത വൈസ്രോയി ആരാണ്? റദ്ദ് ചെയ്തത് ആരാണ്? ഹാർഡിഞ്ച് സെക്കൻഡ് ആണ് അല്ലേ. ഹാർഡിഞ്ച് സെക്കൻഡ് ആണ് റദ്ദ് ചെയ്തത്. ഹാർഡിഞ്ച് സെക്കൻഡ് കൊണ്ടുവന്നത് കേഴ്സൺ ആണ്, നിലവിൽ വന്നപ്പോൾ മിൻറ്റോ സെക്കൻഡ് ആണ്. ഇത് ഹാർഡിഞ്ച് സെക്കൻഡ് ആണ് ബംഗാൾ വിഭജനം റദ്ദ് ചെയ്ത വൈസ്രോയി. എന്നാൽ റദ്ദ് ചെയ്തത് 1911 റദ്ദ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ബംഗാൾ വിഭജനം റദ്ദ് ചെയ്ത സമയത്തെ INC പ്രസിഡന്റ് ആരായിരുന്നു? ബംഗാൾ വിഭജനം റദ്ദ് ചെയ്ത സമയത്ത് INC പ്രസിഡന്റ് ആരായിരുന്നു? ഈ 1911 വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട്, നമ്മൾ INCയിൽ പഠിച്ചതായിരുന്നു. എന്താണ്? ജനഗണമന ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ജനഗണമന 11 ആലപിച്ചത്. ജനഗണമന ആദ്യമായിട്ട് ആലപിച്ച INC സമ്മേളനം ഏതാണ്? 1911 INC സമ്മേളനമാണിത്. കൊൽക്കത്ത അല്ലേ, കൊൽക്കത്ത സമ്മേളനം. അപ്പോൾ ആ സമയത്ത് INC പ്രസിഡന്റ് ആരായിരുന്നു? BN ധർ. ആരായിരുന്നു? BN ധർ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ജനഗണമന BN ധർ 1911 കൊൽക്കട്ട. ആ സമയത്താണ് നമ്മുടെ ബംഗാൾ വിഭജനം ഹാർഡിഞ്ച് സെക്കൻഡ് എന്ത് ചെയ്തത്? റദ്ദ് ചെയ്തത്. ഓക്കെ ആണോ? അത്രയും. ഈ നമ്മൾ ജനഗണമനയുടെ ഒപ്പം തന്നെ വന്ദേമാതരം ഏതായിരുന്നു വർഷം? 1896. അതും കൊൽക്കത്തയിലായിരുന്നു. വന്ദേമാതരം ആലപിച്ച സമയത്ത് ആരായിരുന്നു അധ്യക്ഷൻ? അത് റഹ്മത്തുള്ള സയാനി ആയിരുന്നു കേട്ടോ. വന്ദേമാതരം റഹ്മത്തുള്ള സയാനി ആയിരുന്നു. ഓക്കെ, ഇനി അമർ സോണാർ ബംഗ്ല നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ബംഗാൾ വിഭജനത്തിനെതിരെ നടന്ന സ്വദേശി പ്രസ്ഥാന കാലത്ത് അമർ സോണാർ ബംഗ്ല എന്ന ഗാനം രചിച്ചത് ആരാണ്? രവീന്ദ്രനാഥ് ടാഗോർ ആണ്. രവീന്ദ്രനാഥ് ടാഗോർ. ഇനി നമുക്ക് കുറച്ച് പേര് എന്തൊക്കെ പറഞ്ഞു എന്നുള്ളതൊന്ന് നോക്കാം. ആദ്യം, ഇതൊരു ക്രൂരമായ തെറ്റാണ് എന്ന് ബംഗാൾ വിഭജനത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത് ആരാണ്? ഇതൊരു ക്രൂരമായ തെറ്റാണ് എന്ന് ബംഗാൾ വിഭജനത്തെക്കുറിച്ച് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഇപ്പോൾ ഗോപാലകൃഷ്ണ ഗോഖലെ നമുക്കറിയാം 1905 INC പ്രസിഡന്റ് ആയിരുന്നു. കണക്ട് ചെയ്യാലോ? ഇത് ക്രൂരമായ തെറ്റാണ് എന്ന് അഭിപ്രായപ്പെട്ടു. ഇനി ബംഗാൾ വിഭജനത്തെ ഹിന്ദു മുസ്ലിം ഐക്യത്തെ തകർക്കാനുള്ള ബോംബ് വർഷം എന്ന് വിശേഷിപ്പിച്ചതാരാണ്? ബംഗാൾ വിഭജനത്തെ ഹിന്ദു മുസ്ലിം ഐക്യത്തെ തകർക്കാനുള്ള ബോംബ് വർഷം, ഹിന്ദു മുസ്ലിം ഐക്യത്തെ തകർക്കാനുള്ള ബോംബ് വർഷം എന്ന് വിശേഷിപ്പിച്ചത് സുരേന്ദ്രനാഥ ബാനർജിയാണ്. ആരാണ്? സുരേന്ദ്രനാഥ ബാനർജി കേട്ടോ. സുരേന്ദ്രനാഥ ബാനർജി. അപ്പോൾ ഹിന്ദു മുസ്ലിം ഐക്യത്തെ തകർക്കാനുള്ള ബോംബ് സുരേന്ദ്രനാഥ ബാനർജി. സുരേന്ദ്രനാഥ ബാനർജി കേട്ടോ, ഓർത്തു വയ്ക്കണേ. അടുത്തത്, ബ്രിട്ടീഷ് ഗവൺമെൻറ് നമ്മെ വിഭജിക്കുവാൻ ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്നു, എങ്കിലും നമ്മുടെ ഹൃദയങ്ങളെ വേർപെടുത്താൻ അവർക്കാവില്ല എന്ന് പറഞ്ഞത് ആരാണ്? ഒക്ടോബർ 16 രക്ഷാബന്ധൻ ദിനമായിട്ട് ആചരിക്കാൻ ആഹ്വാനം ചെയ്ത ആളാരായിരുന്നു?
രവീന്ദ്രനാഥ് ടാഗോർ. ആ രവീന്ദ്രനാഥ് ടാഗോർ തന്നെയാണ് കേട്ടോ ഇങ്ങനെ പറഞ്ഞത്. രവീന്ദ്രനാഥ് ടാഗോറാണ്. എന്താ പറഞ്ഞത്? ബ്രിട്ടീഷ് ഗവൺമെന്റ് നമ്മെ വിഭജിക്കുവാൻ ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്നു, എങ്കിലും നമ്മുടെ ഹൃദയങ്ങളെ വേർപെടുത്തുവാൻ അവർക്കാവില്ല എന്ന് ബംഗാൾ വിഭജനത്തിനെതിരെ ഈ വാക്യം പറഞ്ഞതാരാണ്? രവീന്ദ്രനാഥ് ടാഗോറാണ്. പിന്നെ അദ്ദേഹം തന്നെ പറഞ്ഞു വേറൊരു വാചകമാണിത്. നോക്കിയേ, പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും, അതായത് ബംഗാൾ നമ്മൾ പറഞ്ഞു കിഴക്കൻ ബംഗാളെന്നും പടിഞ്ഞാറൻ ബംഗാളെന്നുമാണ് തിരിച്ചതെന്ന് പറഞ്ഞു അല്ലേ. അപ്പം പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിൻ്റെ രണ്ട് അറകളാണ്. ഗംഗയും ബ്രഹ്മപുത്രയും ആശ്ലേഷിക്കുന്നതും ഫലഭൂയിഷ്ടമാക്കുന്നതുമായ രണ്ട് അറകളാണിത്. ഈ അറകളിൽ നിന്നുത്ഭവിക്കുന്ന ചുടുരക്തമാണ് ബംഗാളികളുടെ സിരകളിലൂടെ ഒഴുകുന്നത്. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവുന്നത് ആരായിരിക്കും? രവീന്ദ്രനാഥ് ടാഗോർ തന്നെ അല്ലേ. രവീന്ദ്രനാഥ് ടാഗോറാണ് ഇങ്ങനെ പറഞ്ഞത്. ഒന്നും കൂടി നോക്കി എന്താ പറഞ്ഞേ? പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിൻ്റെ രണ്ടറകളാണ്. ഗംഗയും ബ്രഹ്മപുത്രയും ആശ്ലേഷിക്കുന്നതും ഫലഭൂയിഷ്ടമാകുന്നതുമായ രണ്ടറകളാണിത്. ഈ അറകളിൽ നിന്നുത്ഭവിക്കുന്ന ചുടുരക്തമാണ് ബംഗാളികളുടെ സിരകളിലൂടെ ഒഴുകുന്നത് എന്ന് പറഞ്ഞത് രവീന്ദ്രനാഥ് ടാഗോറാണ്. ഇനി, ഒന്നിച്ചു നിൽക്കുന്ന ബംഗാൾ ഒരു ശക്തിയാണ്. ബംഗാളിനെ വിഭജിച്ചാൽ ശക്തി കുറയും. നമ്മുടെ ഭരണത്തെ എതിർക്കുന്നവരുടെ കരുത്ത് ചോർന്നു പോകും എന്ന് പറഞ്ഞത് ആരാണ്? റിസ്ലെ ആണ് കേട്ടോ. റിസ്ലെ. അത് 1904 ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആഭ്യന്തര സെക്രട്ടറി ആയിരുന്നു ആര്? റിസ്ലെ. അപ്പം നമ്മളെ തകർക്കണം അല്ലെങ്കിൽ ബംഗാളിനെ തകർക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടാവുന്നത് ആരായിരിക്കും? ബ്രിട്ടീഷുകാർ. അപ്പം റിസ്ലെയാണ് 1904 ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആഭ്യന്തര സെക്രട്ടറി ആയിരുന്ന റിസ്ലെയാണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്. അപ്പോൾ ബംഗാൾ വിഭജനം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ നേരെ സ്വദേശി പ്രസ്ഥാനം. സ്വദേശി പ്രസ്ഥാനം എന്നാണ് വർഷം? സ്വദേശി പ്രസ്ഥാനം 1905 തന്നെ. സ്വദേശി പ്രസ്ഥാനവും 1905 തന്നെയാണ്. ഇത് 1905 ഈ ബംഗാൾ വിഭജനത്തെ തുടർന്ന് ഉയർന്നു വന്ന പ്രസ്ഥാനമാണ് സ്വദേശി പ്രസ്ഥാനം എന്ന് പറയുന്നത്. സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഔദ്യോഗിക പ്രഖ്യാപനം നടന്ന വർഷമുണ്ട്. അത് 1905 ഓഗസ്റ്റ് 7. ഇപ്പോൾ ഡേറ്റ് പഠിക്കണേ. ഓഗസ്റ്റ് 7. 1905 ഓഗസ്റ്റ് 7 ഔദ്യോഗിക പ്രഖ്യാപനം നടന്നതെന്നാണ്? 1905 ഓഗസ്റ്റ് 7. ഈ ഓഗസ്റ്റ് 7 വേറൊരു പ്രത്യേകതയുണ്ടല്ലോ. എന്താണ്? അതായത് സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ സ്മരണാർത്ഥം ദേശീയ കൈത്തറി ദിനമായിട്ട് ആഘോഷിക്കുന്നത് അല്ലേ. എന്ന് മുതലാ? 2015 മുതൽ ദേശീയ കൈത്തറി ദിനമായിട്ട് ആഘോഷിക്കാൻ തീരുമാനിച്ചത് ഈ ഓഗസ്റ്റ് 7 ആണ് കേട്ടോ. ദേശീയ കൈത്തറി ദിനം എന്നാണ് ഓഗസ്റ്റ് 7. എന്ന് മുതലാണ് അത് ആഘോഷിക്കാൻ തീരുമാനിച്ചത്? 2015 മുതൽ. 1905 സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത്. അത് ഔദ്യോഗിക പ്രഖ്യാപനം നടന്നത് 1905 ഓഗസ്റ്റ് 7. ഇനി എന്താണ് ഈ സ്വദേശി പ്രസ്ഥാനം അറിയപ്പെടുന്ന മറ്റൊരു പേര്? വന്ദേ മാതരം മൂവ്മെന്റ് എന്നാണ് കേട്ടോ. വന്ദേ മാതരം എന്നൊക്കെ കാണുവേ. അപ്പോൾ വന്ദേ മാതരം മൂവ്മെന്റ്. സ്വദേശി പ്രസ്ഥാനം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് വന്ദേ മാതരം മൂവ്മെന്റ്. ഇനി സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ച ഇംഗ്ലീഷ് പത്രങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ആദ്യം വന്ദേ മാതരം. പിന്നെ അമൃത ബസാർ പത്രിക. ഇതൊക്കെ ഇംഗ്ലീഷ് പത്രങ്ങളാണ് കേട്ടോ. ഇംഗ്ലീഷ് പത്രങ്ങൾ ഏതൊക്കെയാണ്? ദി സ്റ്റേറ്റ്മാൻ. പിന്നെയുള്ളത് യുഗാന്തർ. ഏതൊക്കെയാണ് സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ച ഇംഗ്ലീഷ് പത്രങ്ങൾ? വന്ദേ മാതരം, അമൃത് ബസാർ പത്രിക, ദ സ്റ്റേറ്റ്മാൻ, യുഗാന്തർ. വന്ദേ മാതരം, അമൃത് ബസാർ പത്രിക, ദ സ്റ്റേറ്റ്മാൻ, യുഗാന്തർ. കിട്ടിയോ? ഇനി സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ബംഗാളിലെ പ്രമുഖ നേതാക്കൾ ആരൊക്കെയായിരുന്നു? അരബിന്ദ ഘോഷ്. ആരൊക്കെയാണ്? അരബിന്ദ ഘോഷ്,
PC റോയ്, അരബിന്ദ ഘോഷ്, PC റോയ്, പിന്നെ രവീന്ദ്രനാഥ് ടാഗോർ. രവീന്ദ്രനാഥ് ടാഗോർ. ഇപ്പോൾ ബംഗാളിൽ ഉണ്ടായിരുന്ന പ്രമുഖ നേതാക്കൾ. ഓക്കെ, സ്വദേശി പ്രസ്ഥാനത്തിന്റെ ബംഗാളിലെ പ്രമുഖ നേതാക്കൾ ആരൊക്കെയായിരുന്നു? അരബിന്ദ ഘോഷ്, PC റോയ്, രവീന്ദ്രനാഥ് ടാഗോർ. അരബിന്ദ ഘോഷ്, PC റോയ്, രവീന്ദ്രനാഥ് ടാഗോർ. സ്വദേശി പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ച 2 സംഘടനകളുണ്ട്. ഏതൊക്കെയാണ് 2 സംഘടനകൾ? സ്വദേശി പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ച 2 സംഘടനകളാണ് സ്വദേശി സംഘം. കിട്ടും ഇത് അല്ലേ? എളുപ്പത്തിൽ കിട്ടും, പേരിൽ നിന്ന് തന്നെ കിട്ടും. സ്വദേശി സംഘമുണ്ട്, അതോടൊപ്പം തന്നെ വന്ദേ മാതരം സമ്പ്രദായം. വന്ദേ മാതരവും കിട്ടൂല, വന്ദേ മാതരം മൂവ്മെന്റ് എന്നല്ലേ ഇത് അറിയപ്പെട്ടിരുന്നത്. അപ്പം വന്ദേ മാതരം സമ്പ്രദായം, ഇത് രണ്ടുമാണ് സംഘടനകൾ കേട്ടോ. ആശയങ്ങൾ പ്രചരിപ്പിച്ച 2 സംഘടനകൾ. ഇനി സ്വദേശി പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനായിട്ട് ഒരു പരമ്പരാഗത നൃത്ത നാടക രൂപം ആരംഭിക്കേണ്ടായി. അതിന്റെ പേരെന്താന്ന് ചോദിച്ചാൽ ജാത്ര എന്നാണ്. ജാത്ര എന്ന് വെച്ചാൽ എന്താ? ഒരു നൃത്ത നാടക രൂപമാണ്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? സ്വദേശി പ്രസ്ഥാനമായി റിലേറ്റ് ചെയ്ത്. അപ്പോൾ സ്വദേശി പ്രസ്ഥാനമായി റിലേറ്റ് ചെയ്താണ് ജാത്ര. അത് അതിൻ്റെ ആശയങ്ങളെ പ്രചരിപ്പിക്കാനായിട്ട് ആരംഭിച്ച ഒരു നൃത്ത നാടക രൂപമാണ്. ഓക്കെ, അപ്പം 1905 ഓഗസ്റ്റ് 7 ഓഗസ്റ്റ് 7 നമ്മളിപ്പോൾ എന്തായിട്ടാണ് ആചരിക്കുന്നത്? കൈത്തറി അല്ലേ? കൈത്തറി ദിനമായിട്ട് 2015 മുതലാണ് ദേശീയ കൈത്തറി ദിനമായിട്ട് ആഘോഷിക്കുന്നത്. പിന്നെ സ്വദേശി പ്രസ്ഥാനം വന്ദേ മാതരം മൂവ്മെന്റ് എന്നറിയപ്പെട്ടിരുന്നു. ഇനി എന്താ? ജാത്ര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി വിദേശ വസ്തുക്കളുടെ ബഹിഷ്കരണം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തി ആരാണ്? സ്വദേശി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് വിദേശ വസ്തുക്കളുടെ ബഹിഷ്കരണം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചതാരാണ്? കൃഷ്ണകുമാർ മിത്രയാണ്. കൃഷ്ണകുമാർ മിത്രയാണ് കേട്ടോ. കൃഷ്ണകുമാർ മിത്ര ഓർത്തു വയ്ക്കണേ. ആദ്യമായി മുന്നോട്ട് വിദേശ വസ്തുക്കളുടെ ബഹിഷ്കരണം എന്നുള്ളത് ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ കൃഷ്ണകുമാർ മിത്രയാണ്. ഈ കൃഷ്ണകുമാർ മിത്ര തൻ്റെ ആശയം പ്രചരിപ്പിച്ച ഒരു പ്രസിദ്ധീകരണമുണ്ട്. ആ പ്രസിദ്ധീകരണത്തിൻ്റെ പേരാണ് സഞ്ജീവനി. എന്താണ്? സഞ്ജീവനി. ഇപ്പം സഞ്ജീവനി എന്ന് പറയുന്ന പ്രസിദ്ധീകരണം ആരുടേതാണ്? കൃഷ്ണകുമാർ മിത്രയുടേതാണ്. അല്ലെ സഞ്ജീവനി പ്രസിദ്ധീകരണത്തിന്റെ സ്ഥാപകൻ ആരാണ് എന്ന് ചോദിച്ചാൽ കൃഷ്ണകുമാർ മിത്രയാണ്. ഓർത്തു വയ്ക്കണം, കൃഷ്ണകുമാർ മിത്ര, സഞ്ജീവനി, വിദേശ വസ്തുക്കളുടെ ബഹിഷ്കരണം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തിയാണ്. ഇനി അടുത്തതാണ് സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി. സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ചത് ആരാണ്? VO ചിദംബരം പിള്ളയാണ്. VO ചിദംബരം പിള്ളയാണ് കേട്ടോ. VO ചിദംബരം പിള്ളയാണ് സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ചത്. ഏത് വർഷമാണ് ആരംഭിച്ചത്? 1906. അതിൻ്റെ ആസ്ഥാനം എവിടെയാണ്? തൂത്തുക്കുടിയാണ് ആസ്ഥാനം. തൂത്തുക്കുടിയാണ് ആസ്ഥാനം. ഇപ്പോൾ ഒന്നുകൂടി നോക്കിയേ. സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ചത് VO ചിദംബരം പിള്ള. 1906 ആസ്ഥാനം തൂത്തുക്കുടി. ഇപ്പോൾ തമിഴ്നാട്ടിൽ സ്വദേശി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? VO ചിദംബരം പിള്ളയാണ്. ഓക്കെ, തമിഴ്നാട്ടിൽ സ്വദേശി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ആരെന്ന് ചോദിച്ചാരാ? VO ചിദംബരം പിള്ള. കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്നതും VO ചിദംബരം പിള്ളയാണ് കേട്ടോ. കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്നത് VO ചിദംബരം പിള്ളയാണ്. പ്രാദേശിക കച്ചവടക്കാരിൽ നിന്ന് ഒരു 6 ലക്ഷം രൂപ പിരിച്ചെടുത്ത മുതൽ മുടക്കിലാണ് അദ്ദേഹം ഈ കമ്പനി ആരംഭിച്ചത്. എന്താ കമ്പനിയുടെ പേര്? സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി. 1906 തൂത്തുക്കുടിയാണ് ആസ്ഥാനം. ഇനി ബംഗാൾ കെമിക്കൽ സ്വദേശി സ്റ്റോർ ഉണ്ട്. ബംഗാൾ കെമിക്കൽ സ്വദേശി സ്റ്റോർ അത് സ്ഥാപിച്ചതാരാണ്? പ്രഫുല്ല ചന്ദ്ര റോയ് അല്ലെങ്കിൽ PC റോയ്. പ്രഫുല്ല, ഫുൾ ഫോം പഠിച്ചു അതാ നല്ലത്. പ്രഫുല്ല ചന്ദ്ര റായ്. ഓക്കെ, ഇദ്ദേഹമാണ് ബംഗാൾ കെമിക്കൽ സ്വദേശി സ്റ്റോർ സ്ഥാപിച്ചത്. ബംഗാൾ കെമിക്കൽ സ്വദേശി സ്റ്റോർ സ്ഥാപിച്ചതാരാണ്? പ്രഫുല്ല ചന്ദ്ര റായ് ആണ്. ഇനി അപരീന്ദ്രനാഥ് ടാഗോർ ഉണ്ട്.
ആരാ? ഇന്ത്യൻ ചിത്രകലാരംഗത്ത് സ്വദേശവൽക്കരിക്കുന്നതിനായിട്ട്. ഏത് കലയാണ്? ചിത്രകല കേട്ടോ. ചിത്രകല നമുക്കറിയാലോ, ചിത്രകല. അപ്പം ചിത്രകല സ്വദേശിവൽക്കരിക്കുന്നതിന് ഭാഗമായിട്ട് അബനീന്ദ്രനാഥ് ടാഗോർ ആരംഭിച്ച സംഘടന ഏതാണ്? ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് ആണ്. ഏതാണ് സംഘടന? ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ്. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ്. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ്. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് എന്താണ് സംഘടന ആരംഭിച്ചത് ആരാണ്? അബനീന്ദ്രനാഥ് ടാഗോറാണ്. ഇന്ത്യൻ ചിത്രകലാരംഗത്തെ സ്വദേശിവൽക്കരിക്കുന്നതിനായി അബനീന്ദ്രനാഥ് ടാഗോർ ആരംഭിച്ച സംഘടനയാണ് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ്. ഇനി ഈ അബനീന്ദ്രനാഥ് ടാഗോർ വരച്ച ചിത്രം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഭാരത് മാതയാണ് കേട്ടോ. ഭാരത് മാത. അത് സ്വദേശി സമരകാലത്ത് വരച്ചതാണ്. സ്വദേശി സമരകാലത്ത് ഭാരത് മാത എന്ന ചിത്രം വരച്ചത് ആരാണ്? അബനീന്ദ്രനാഥ് ടാഗോറാണ്. അപ്പോൾ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് ചിത്രകല കിട്ടൂലോ. പിന്നെ ഭാരത് മാത എന്നുള്ളത് ഓർത്തു വയ്ക്കാം. അടുത്ത 3 സ്വദേശി നമുക്ക് പഠിക്കാനുണ്ട്. നോക്കിയേ. ആദ്യം സ്വദേശി ബാന്ധവ് സമിതി. ഈ സ്വദേശി പ്രസ്ഥാനത്തെ പിന്തുണച്ചുകൊണ്ടുള്ളതാണ് കേട്ടോ ഇത്. ഇപ്പോൾ സ്വദേശി ബാന്ധവ് സമിതിയുടെ സ്ഥാപകൻ ആരാണ്? അശ്വനി കുമാർ ദത്തയാണ്. അശ്വനി കുമാർ ദത്ത സ്ഥാപകൻ. എന്തിൻ്റെയാണ്? ബാന്ധവ് കേട്ടോ. ബാന്ധവ് സമിതി. സ്വദേശി ബാന്ധവ് സമിതിയുടെ സ്ഥാപകൻ അശ്വനി കുമാർ ദത്ത. സ്വദേശി ബാന്ധവ് സമിതിയുടെ സ്ഥാപകൻ അശ്വനി കുമാർ ദത്ത. അങ്ങനെയാണെങ്കിൽ സ്വദേശി മണ്ഡലി സമിതിയുടെ സ്ഥാപകൻ ആരാണ്? മണ്ഡലി CR ദാസ് ആണ്. CR ദാസ് ആണ് സ്വദേശി മണ്ഡലി സമിതി. CR ദാസ്. എന്തെങ്കിലും കോഡിട്ട് ഓർത്തു വെക്കണേ, മാറിപ്പോരുത്. ബാന്ധവ് സമിതി അശ്വനി കുമാർ ദത്തയാണ് ബാന്ധവ് സമിതി. മണ്ഡലി സമിതി സ്ഥാപിച്ചതാരാണ്? CR ദാസ് ആണ്. ഇനി സ്വദേശി വസ്ത്രപ്രചാരണി സഭയുണ്ട്. വസ്ത്രപ്രചാരണി സഭയുടെ സ്ഥാപകൻ ആരാന്ന് ചോദിച്ചാൽ ബാലഗംഗാധര തിലകാണ്. കേട്ടോ. ഓക്കെ, ബാലഗംഗാധര തിലകാണ് സ്വദേശി വസ്ത്രപ്രചാരണിയുടെ സ്ഥാപകൻ. അപ്പോൾ ബാന്ധവ് എന്ന് പറയുന്നത് അശ്വനി കുമാറാണ്. ബാന്ധവ് സമിതി അശ്വനി കുമാർ ദത്ത, മണ്ഡലി സമിതി CR ദാസ്, വസ്ത്രപ്രചാരണി സഭ ബാലഗംഗാധര തിലക്. ഇനി സ്വദേശി മിത്രം, അതൊരു പത്രമാണ്. സ്വദേശി മിത്രം, ആ പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണെന്ന് ചോദിച്ചാൽ G. സുബ്രഹ്മണ്യ അയ്യറാണ്. സുബ്രഹ്മണ്യ അയ്യറാണ് സ്വദേശി മിത്രം എന്ന പത്രം അല്ലേ? സ്വദേശി മിത്രം പത്രത്തിൻ്റെ സ്ഥാപകൻ G. സുബ്രഹ്മണ്യ അയ്യറാണ്. അപ്പോൾ ഈ സ്വദേശികൾ മാത്രം ഒന്നും കൂടി ഒന്ന് നോക്കിയേ. സ്വദേശി ബാന്ധവ് സമിതി അശ്വനി കുമാർ ദത്ത, സ്വദേശി മണ്ഡലി സമിതി CR ദാസ്, പിന്നെ സ്വദേശി മിത്രം G. സുബ്രഹ്മണ്യ അയ്യർ, സ്വദേശി വസ്ത്രപ്രചാരണി ബാലഗംഗാധര തിലക്. ഇനി ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ്, അതൊരു പ്രസിദ്ധീകരണമാണ്. അത് ആരംഭിച്ചത് ആരാണ്? പ്രീവിയസ് ചോദിച്ചിട്ടുള്ളതാണ്. ആരാണ്? ശ്യാംജി കൃഷ്ണവർമ്മയാണ് കേട്ടോ. ശ്യാംജി കൃഷ്ണവർമ്മയാണ് ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത്. ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് ശ്യാംജി കൃഷ്ണവർമ്മ. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് നേതാക്കളുടെ കാര്യം പഠിക്കാം. നേതാക്കൾ കഴിഞ്ഞ് നമ്മൾ പിന്നെ ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. ഇതിൽ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇത് ചോദിച്ചിട്ടുണ്ട്. ഇത് ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ പറഞ്ഞിട്ടുള്ള ഇപ്പോൾ ബംഗാൾ കെമിക്കൽ സ്വദേശി സ്റ്റോർ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ 1 വേർഡ് നമ്മൾ പഠിച്ചത് തന്നെ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാനത് ക്വസ്റ്റ്യനായിട്ട് ഉൾപ്പെടുത്തിയിട്ടില്ല, അല്ലാതെ കുറച്ച് ഒരു ക്വസ്റ്റ്യനാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് നോക്കാം കേട്ടോ. അപ്പം ഇത് നോക്കിയേ. സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ മറ്റു നേതാക്കൾ, അതായത് ഓരോ സ്ഥലത്തും
ആരൊക്കെയാണ് നേതാക്കളെന്ന് നമ്മൾ പഠിക്കണം. പഞ്ചാബിൽ ആരായിരുന്നു? ലാലാ ലജ്പത് റായ്. ലാലാ ലജ്പത് റായ്, പഞ്ചാബിൽ ലാലാ ലജ്പത് റായ്. അതിൻ്റെ കൂടെ തന്നെ അജിത് സിംഗും കൂടി ഓർത്ത് വയ്ക്കണേ. ആരാണ്? അജിത് സിംഗ് കേട്ടോ, അജിത് സിംഗ്, അജിത് സിംഗ്. അപ്പോൾ പഞ്ചാബിൽ ആരൊക്കെയായിരുന്നു? ലാലാ ലജ്പത് റായും അജിത് സിംഗും, ലാലാ ലജ്പത് റായും അജിത് സിംഗും. ഇനി ഡൽഹിയിൽ സയ്യിദ് ഹൈദർ റാസ. ഡൽഹിയിൽ സയ്യിദ് ഹൈദർ റാസ, സയ്യിദ് ഹൈദർ റാസ. നിങ്ങളിത് പഠിച്ചു കഴിഞ്ഞിട്ടാണല്ലോ അല്ലേ ക്ലാസ് കാണുന്നത്. നേരത്തെ ഓരോന്ന് ടോപ്പിക്ക് പഠിക്കാൻ തരുമ്പോൾ പഠിച്ചിട്ടല്ലേ എല്ലാവരും ക്ലാസ് കാണുന്നത്. ഇപ്പോൾ പഠിച്ചിട്ട് കാണുവാണെങ്കിൽ കുറച്ചും കൂടി നമുക്കൊരു റീകളക്ട് ചെയ്യാനുള്ള ഒരു ഇത് വരും. ഇപ്പോൾ വെറുതെ കേട്ട് പഠിക്കുന്നവരായാലും വീട്ടമ്മമാർ ഇപ്പോൾ വച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും നമ്മളിങ്ങനെ പറയുമ്പോൾ അല്ലേ, ഡൽഹി എന്ന് പറയുമ്പോൾ തന്നെ സയ്യിദ് ഹൈദർ റാസ ഓർമ്മ വരണം. ഓക്കെ, ആ രീതിയിൽ വേണം പഠിക്കാനായിട്ട്. പിന്നെയുള്ളത് ഏതാണ്? മദ്രാസ്. മദ്രാസിൽ ആരാണ്? തൂത്തുക്കുടിയിലുള്ള ഒരാളായിരുന്നു. ആരാണ്? വി.ഒ. ചിദംബരം പിള്ള അല്ലേ. മദ്രാസിൽ വി.ഒ. ചിദംബരം പിള്ള, മദ്രാസിൽ വി.ഒ. ചിദംബരം പിള്ള. മഹാരാഷ്ട്രയിൽ ബാലഗംഗാധർ തിലകാണ്. ബാലഗംഗാധർ തിലക്, മഹാരാഷ്ട്രയിൽ ബാലഗംഗാധർ തിലക്, മഹാരാഷ്ട്രയിൽ ബാലഗംഗാധർ തിലക്. ആന്ധ്രയിൽ ഹരിസർവോത്തം റാവു. ഈ ഹരിസർ വട്ടം റാവു എന്നും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഹരിസർവോത്തം റാവു ഓർത്തു വയ്ക്കണം, അത് ആന്ധ്രയിലാണ്. ഒന്ന് നോക്കാം ആരൊക്കെയാണ്. ആദ്യം പഞ്ചാബിൽ ലാലാ ലജ്പത് റായും അജിത് സിംഗും. പഞ്ചാബിൽ ലാലാ ലജ്പത് റായ്, അജിത് സിംഗ്. ഡൽഹിയിൽ സയ്യിദ് ഹൈദർ റാസ. മദ്രാസ് നമുക്കറിയാം. മദ്രാസും മഹാരാഷ്ട്രയും എന്തായാലും അറിയാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അല്ലേ. മദ്രാസ് വി.ഒ. ചിദംബരം പിള്ള, മഹാരാഷ്ട്ര ബാലഗംഗാധർ തിലക്. പിന്നെ ആന്ധ്രയിൽ ഹരിസർവോത്തം റാവു. ഡൽഹിയിൽ ആരാണ്? സയ്യിദ് ഹൈദർ റാസ. കിട്ടിയോ? ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഇത് പഠിക്കണേ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമുക്ക് മാച്ച് ദ ഫോളോയിങ് ചോദിക്കും.